ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ട് നോക്കിയാൽ ഇടുക്കി ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ മുൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി. CPI മുൻ ജില്ലാ കൗൺസിൽ അംഗം വിനൂസ് കറിയയാണ് പരാതി നൽകിയത്. അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് നടപടി ഒതുക്കി തീർക്കാനുള്ള ശ്രമമെന്നാണ് ആരോപണം. ചക്രമുടിയിൽ വ്യാജപട്ടയങ്ങളുടെ മറവിൽ ഭൂമി പോക്കുവരവ് നടത്തിയെന്ന ക്രമക്കേട് പുറത്തുവരുന്നത്. റെഡ് സോണിൽ ഉൾപ്പെടുന്ന അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ചക്രമുടിയിലായിരുന്നു അനധികൃത കയ്യേറ്റം. മുൻ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സംഭവത്തിൽ ചോദ്യമുനയിലായിരുന്നു. പട്ടയങ്ങൾ റദ്ദാക്കി 15 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിച്ചു. കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കയ്യേറ്റ ഭൂമിയിൽ നിന്ന് മുറിച്ചു കടത്തിയ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന തടികളുടെ കേസിൽ ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഭൂമി തട്ടിപ്പിന്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആരോപണം. അന്ന് അവിടെ ആ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള കൃത്യമായ അന്വേഷണങ്ങൾ നടന്നിട്ടില്ല. അങ്ങനെ അന്വേഷണം നടക്കാണ്ടിരിക്കാനുള്ള കാരണം അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൻ്റെയും ഇടുക്കി ജില്ലയിലെ CPIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ ഇടപെടലാണ് എന്ന് അന്നേ ഞാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആ കേസ് 1 വർഷത്തിലധികം ആയിട്ടും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് 65 ലക്ഷം രൂപയിലധികം വരുന്ന മരങ്ങൾ അവിടുന്ന് വെട്ടിക്കിടത്തി ആ മരങ്ങൾ കണ്ടുകിട്ടുന്നതിന് അതിൻ്റെ വില ഈടാക്കുന്നതിന് അവർക്കെതിരെ കേസെടുക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. റവന്യൂ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിനു നിലവിൽ കോൺഗ്രസ് അംഗമാണ്. ചക്രമുടി കയ്യേറ്റം നടന്ന ഭൂമിയിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അന്ന് സന്ദർശനം നടത്തിയിരുന്നു. പരാതി നൽകിയതോടെ വിഷയത്തിൽ സർക്കാർ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, ഇടുക്കി.